ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ ICT സ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് ഉബുണ്ടുവിൽ ഗൂഗിൾ ക്രോം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നാം ഉപയോഗിക്കുന്ന ഉബുണ്ടു 18.04 ITH സ്കൂളിൻ്റെ കസ്റ്റമൈസ്ഡ് വെർഷൻ നമ്മൾ സാധാരണ രീതിയിൽ പരിശോധിക്കുമ്പോൾ അതിൽ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ കാണണമെന്ന് നിർബന്ധമില്ല. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ആപ്ലിക്കേഷൻ മെനുവിൽ ഇൻ്റർനെറ്റ് എന്ന സബ് മെനുവിൽ പരിശോധിച്ചുള്ളത് ഫയർഫോക്സ് വെബ് ബ്രൗസറും ക്രോമിയം വെബ് ബ്രൗസറുമാണ് നാം സാധാരണയായിട്ട് ഇതിനകത്ത് കാണുന്നത്. ഈ വെബ് ബ്രൗസറുകൾ ഉപയോഗിച്ചാണ് നാം ഇൻ്റർനെറ്റിൽ നിന്ന് മറ്റു വിവരങ്ങൾ സെർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. എന്നാൽ നമുക്ക് ചില അവസരങ്ങളിൽ ഗൂഗിളിൻ്റേതായ ചില ആപ്ലിക്കേഷനുകളായ അല്ലെങ്കിൽ ഗൂഗിൾ സർവീസുകളായ ഗൂഗിൾ ഫോംസ്, ഗൂഗിൾ ഷീറ്റ്സ്, ഗൂഗിൾ സ്ലൈഡ്സ് തുടങ്ങിയ സർവീസുകൾ അല്ലെങ്കിൽ തുടങ്ങിയ ആപ്ലിക്കേഷനുകൾ, നമുക്ക് വെബ് ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ നമുക്ക് ഫലപ്രദമായി ചെയ്യുന്നതിന് ഏറ്റവും നല്ല വെബ് ബ്രൗസർ എന്ന് പറയുന്നത് ഗൂഗിൾ ക്രോം എന്ന വെബ് ബ്രൗസറാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഗൂഗിൾ ക്രോം എന്ന വെബ് ബ്രൗസർ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കുന്നത്. അതിനായി ആദ്യം നമുക്ക് നിലവിലെ ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഇവിടെ ഞാൻ ഫയർഫോക്സ് വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. അതിനകത്ത് ഞാൻ ഡൗൺലോഡ് ക്രോം ഫോർ ഉബുണ്ടു എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഡൗൺലോഡ് ക്രോം ഫോർ ഉബുണ്ടു എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന സെർച്ച് റിസൾട്ടിൽ ഡൗൺലോഡ് ക്രോം ഫോർ ഉബുണ്ടു എന്ന് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആദ്യത്തെ സെർച്ച് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ഡൗൺലോഡ് ക്രോം എന്ന് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ക്രോമിൻ്റെ ലൈസൻസ് അക്സെപ്റ്റ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു പെർമിഷൻ ചോദിക്കും. നമ്മൾ അക്സെപ്റ്റ് ആൻഡ് ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. തുടർന്നൊരു വിൻഡോ വരും. അതിനകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ട ഫയൽ സേവ് ചെയ്യാനായിട്ട് ചോദിക്കും. നമ്മളിവിടെ സേവ് ഫയൽ എന്നാണ് കിടക്കുന്നത്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ വലതു ഭാഗത്തോട്ട് ഡൗൺലോഡ് കംപ്ലീറ്റ് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഫയൽ ഡൗൺലോഡ്സ് ആയതായിട്ട് നമുക്ക് ഡൗൺലോഡ്സിൻ്റെ ഫോൾഡറിൽ ഒന്ന് പോയി നോക്കാം. പ്ലേസസ് മെനുവിൽ നിന്ന് ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ക്രോമിൻ്റെ ഡൗൺലോഡ് ഫയൽ ഡൗൺലോഡ് ആയതായിട്ട് കാണാൻ പറ്റും. ഇവിടെ ഡബ് ഫയലായിട്ടാണ് ഡൗൺലോഡ് ആയിരിക്കുന്നത്. സാധാരണ വിൻഡോസൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ പരിചയമുള്ളവർക്കൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ EXE ഫയലായിട്ടായിരിക്കും ഡൗൺലോഡ് ആകുന്നത് മനസ്സിലാകും. ഉബുണ്ടുവിലാണെങ്കിൽ ഡബ് ഫയലായിട്ടാണ് ഡൗൺലോഡ് ആയിരിക്കുന്നത്. നമുക്ക് ഇനി അടുത്ത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ഡബ് ഫയലായതുകൊണ്ട് ഇതിനെ ഇൻസ്റ്റലേഷൻ്റെ ഫയലായ ഒരു എക്സിക്യൂട്ടബിൾ ഫയലായിട്ട് മാറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾ ഇനി പറയുന്ന സ്റ്റെപ്പ് ചെയ്താൽ മതി. അതായത് ഇതിനെ ഒരു എക്സിക്യൂട്ടബിൾ ഫയലിലോട്ട് അതല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ ഫയലിലോട്ട് മാറ്റണമെങ്കിൽ ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് തുടർന്ന് വരുന്ന മെനുവിൽ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 3 ടാബ് കാണും. ബേസിക്, പെർമിഷൻ, ഓപ്പൺ വിത്ത് എന്ന് കാണിക്കും. ഇതിനകത്ത് പെർമിഷൻ എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും അവസാനം എക്സിക്യൂട്ട് എന്നൊരു ലേബൽ നിങ്ങൾ കാണിക്കും. ഇതിന് തൊട്ടടുത്തൊരു ചെക്ക് ബോക്സ് കാണും. അലോ എക്സിക്യൂട്ടിംഗ് ഫയൽ ആസ് പ്രോഗ്രാം. ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. ഇത്രയും ചെയ്തതിനു ശേഷം ഇത് ക്ലോസ് ചെയ്യുക. അതായത് ഈ ഡബ് ഫയലിനെ ഒരു എക്സിക്യൂട്ടബിൾ ഫയലായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനെ അടുത്ത് ചെയ്യാനുള്ളത് ഈ ഡബ് ഫയലിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ പാക്കേജ് നോക്കിയാൽ ഗൂഗിൾ ക്രോം സ്റ്റേബിൾ എന്ന പാക്കേജാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ജസ്റ്റ് ഇൻസ്റ്റാൾ പാക്കേജ് എന്ന് കൊടുക്കുക. തുടർന്ന് നമുക്ക് പാസ്വേഡ് ചോദിക്കും. നമ്മുടെ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഓതൻറ്റിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ ക്രോം നമ്മുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അത്രയും സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇവിടെ എഴുതിക്കാം പാക്കേജ് ഗൂഗിൾ ക്രോം സ്റ്റേബിൾ കറണ്ട് AMD.def വാസ് ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കും. ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഇൻ്റർനെറ്റ് എന്ന സബ് മെനുവിലോട്ട് വരുമ്പോൾ നിലവിലുള്ള ക്രോമിയം വെബ് ബ്രൗസർ, ഫയർഫോക്സ് വെബ് ബ്രൗസറിന് കൂടാതെ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ഗൂഗിൾ ക്രോം വെബ് ബ്രൗസറും കൂടെ കാണാൻ സാധിക്കും. നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നാം ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഗൂഗിൾ ക്രോമിൻ്റെ വെബ് ബ്രൗസറാണ്. ഡിയർ ഫ്രണ്ട്സ്, ഇപ്രകാരം നമുക്ക് നമ്മുടെ ഉബുണ്ടു 18.04 വേർഷൻ കസ്റ്റമൈസ്ഡ് വെർഷനിൽ നമുക്ക് പുതിയൊരു വെബ് ബ്രൗസർ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം വെബ് ബ്രൗസർ കൂടെ ആഡ് ചെയ്യാം. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഗൂഗിൾ സർവീസുകൾ, ഗൂഗിൾ ഫോമുകൾ, ഗൂഗിൾ സ്ലൈഡുകൾ, ഗൂഗിൾ ഷീറ്റുകൾ തുടങ്ങിയ ഗൂഗിളിൻ്റേതായ സർവീസുകൾ നാം ഫലപ്രദമായി ചെയ്യണമെങ്കിൽ കഴിയുന്നതും നാം ഉപയോഗിക്കേണ്ട വെബ് ബ്രൗസർ എന്ന് പറയുന്നത് ഗൂഗിൾ ക്രോം വെബ് ബ്രൗസർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതിനുവേണ്ടിയാണ് നാം ഇപ്പോൾ എങ്ങനെ ഗൂഗിൾ ക്രോം വെബ് ബ്രൗസർ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം എങ്ങനെ നമ്മുടെ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് നാം പരിചയപ്പെട്ടത്. എല്ലാവരും നന്നായി മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക.
നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഗൂഗിൾ ക്രോം ഇല്ല എങ്കിൽ എല്ലാവരും ഈ സ്റ്റെപ്പ് മനസ്സിലാക്കി ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.